ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ നരച്ച മുടീനെ കറുപ്പിക്കാനും അതുപോലെ മുടി ആർത്തി കിളക്കാനും നല്ല ഷൈനിങ് ആയിട്ട് തിളങ്ങാനും ഒക്കെ അടിപൊളിയായിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എണ്ണയോ നീലമുടിയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് നോക്കും. വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല ഡ്രൈ ആയിരിക്കുന്ന മുടികൾ പോലും നല്ല അടിപൊളിയായിട്ട് സിൽക്കി ആയിട്ട് വെട്ടി തിളങ്ങി കിടക്കുകയും ചെയ്യും. നല്ല കറുകറുത്ത് തിളങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. ഇതെന്താണെന്ന് കണ്ടു നോക്കാം. വീട്ടിൽ 5 പൈസ മുടക്കില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീടുകളിൽ കാണും ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇടാം കേട്ടോ. ഈ ഉലുവ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് 2 മുടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ തേയിലപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ കോഫി പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന കോഫി പൗഡറും അതുപോലെ നമ്മുടെ തേയിലപ്പൊടിയും അതുപോലെ ഉലുവായും മുടി വളരാൻ സഹായിക്കുന്നു. മുടി നല്ലൊരു ഇരുണ്ട ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. നല്ല കട്ടിയോട് കൂടി തന്നെ നമുക്ക് തിക്നെസ് ആയിട്ട് നല്ലപോലെ ഇത് നമുക്ക് നമ്മുടെ മുടിയെ വളർത്തി തരാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കാര്യങ്ങളിലെല്ലാം കേട്ടോ. കെമിക്കലൊക്കെ മേടിച്ച് തലമുടി കളയുന്നതിലും ഭേദം നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു സവാളയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സവാള എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാൻ. ഇപ്പോൾ ഒരു സവാളയാണ്, ചുമടുത്ത സവാളയായത് കാരണം ഞാനൊരു പകുതിയേ എടുക്കുന്നുള്ളൂ. അത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരു ഗ്ലാസ് ആ വെള്ളം കുറുകി 1 ഗ്ലാസ് ആയിട്ട് മാറണം എന്ന രീതിയിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. പക്ഷെ നിങ്ങൾ ആദ്യമേ നമ്മുടെ ഉലുവ നേരത്തെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം എടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാക്കരിയോ അല്ലെങ്കിൽ പച്ചരി ഉണ്ടല്ലോ, അതാണെങ്കിൽ 1 ടീസ്പൂൺ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മുടിക്ക് നല്ല നമ്മൾ കണ്ടീഷണറൊക്കെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ലൊരു കറുത്ത കളറാണല്ലോ ഇതിന് വന്നിരിക്കുന്നത്. നല്ലപോലെ തിളച്ച് ഇത് കുറുകി വരുമ്പോൾ നല്ല അടിപൊളി എഫക്റ്റാണ് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിനകത്ത് എന്ത് വേണം നിങ്ങളുടെ വീട്ടിലുള്ള നമ്മുടെ കരിജീരം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. മുടി പൊരിച്ചില്ല, മുടി അതുപോലെ പൊട്ടിപ്പോകുന്ന മുടിയുടെ തുമ്പ് പൊട്ടുകയൊക്കെ ചെയ്തില്ല, അതെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ മുടി കിളുക്കാൻ സഹായിക്കും. ഞങ്ങളുടെ വീട്ടിലെല്ലാം ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. നല്ല റിസൾട്ടാണ്. എനിക്ക് തൈറോയിഡൊക്കെ ഉള്ള കാരണം ഞാൻ എൻ്റെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കെമിക്കലൊന്നും മേടിച്ച് ഡൈ ചെയ്യാറില്ല. അതുപോലെ മുടിക്ക് ഈ ഷാമ്പു ഇങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ അകത്തേക്ക് ഷാമ്പു ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ വെള്ളിലും താളിപ്പൊടിയൊക്കെ മേടിക്കാം കേട്ടോ. അതൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്കൊന്ന് 1 ഗ്ലാസ് ആക്കി എടുത്തിട്ട് കുറുക്കിയെടുക്കണം. കാര്യം സവോളയെല്ലാം ഇതിനകത്ത് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു ടിപ്പോട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ കുറുക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടെല്ലാം ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കപ്പ് എടുക്കാം, ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അതോ ഒരുപാട് തരിയില്ലാത്ത പഞ്ചസാര എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കുന്ന ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഈ ഷാമ്പു ഈ പഞ്ചസാരയും കൂടെ നല്ല പഞ്ചസാര അലക്കുന്നിടം വരെ ഒന്ന് പതിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തന്നെ പതിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആകുന്ന വീഡിയോകളാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന വീഡിയോകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ട് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കുക. ഇതുപോലെ ആ നല്ല രീതിയിൽ തന്നെ പഞ്ചസാര ഒന്ന് പതഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അത് റെഡി ആകട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കാവേ. ഒരു മരത്തിൽ 10 പക്ഷികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വേട്ടക്കാരൻ അതിൽ ഒരെണ്ണത്തിനെ വെടിവെച്ചു. മരത്തിൽ എത്ര പക്ഷികൾ ബാക്കിയുണ്ടെന്നപ്പം ഉത്തരം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ തന്നെ ആർക്കാണ് ഫസ്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടും കേട്ടോ. അപ്പം നമ്മുടെ പഞ്ചസാരയും ആ ഷാമ്പൂ നല്ലൊരു മിക്സ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കുറുക്കി എടുത്ത് 1 ഗ്ലാസ് അളവിൽ കുറുക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ലപോലെ തണുത്തെടുത്തിട്ടുണ്ട്. ആ ഒരു മിക്സ് നമ്മുടെ തേയിലപ്പൊടി, കോഫി, അതുപോലെ ഈ ഇൻഗ്രീഡിയൻസുകളെല്ലാം ഇട്ടതെല്ലാം നല്ല രീതിയിൽ
അതിൻ്റെ അകത്ത് നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ നമുക്ക് മുടിയിലേക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന സ്മെല്ലൊക്കെയാണ്. ആർക്കും അങ്ങനെ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കത്തൊന്നുമില്ല ഈ ഒരു സ്മെല്ല്. എന്നിട്ട് ഇതിൽ കുറച്ച് നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷാമ്പൂവും പഞ്ചസാരയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര മുടിക്ക് വളരെ നല്ലതായിട്ടാണ്, ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ നമ്മുടെ മുടിയിൽ. അതുപോലെ തന്നെ മുടിയിൽ അവിടെ ഡാൻഡ്രഫ് കാര്യങ്ങളെല്ലാം പോകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിയെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല മുടി നല്ലപോലെ കിളുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ആ മിക്സ് ഇവിടെ റെഡിയാക്കി. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ തലയോട്ടിയിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഷാമ്പു ഇടുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഒരു ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒന്ന് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാക്കി വന്ന ആ ഒരു മിക്സിലേക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ല അലിപ്പിക്കുക. പഞ്ചസാര ഒന്നിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒന്നിച്ചിടുവാണെങ്കിൽ ഇത് അലുത്ത് കിട്ടത്തില്ല. അതിനാണ് സെപ്പറേറ്റ് ഞാൻ ബൗളിലേക്ക് എടുത്തിട്ട് നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുത്ത് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ 1 ടീസ്പൂൺ അലോവേര ജെല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് 2-3 ഡ്രോപ്സ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് കുളിക്കുന്നതിന് മുമ്പ് തല കഴുകുമ്പോൾ നിങ്ങൾ ഇതുകൊണ്ടൊന്ന് കഴുകി നോക്കൂ. നല്ല അടിപൊളി റിസൾട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എണ്ണ ചെയ്യാതെയും പിന്നെ അതുപോലെ ഇൻഡിഗോ ഒന്നും ഇടാതെ തന്നെ നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളരാനും സഹായിക്കുന്നതാണ്. പിന്നെ നരച്ച മുടിയിലേക്ക് ഏറ്റവും നല്ലത് ഇൻഡിക്ക പൗഡർ ഇടുമ്പോൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഇൻഡിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ ആ ഒരു തേയിലപ്പൊടിയുടെ ആ ഒരു മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണാം. നമ്മുടെ തലമുടിയിൽ എണ്ണ കാണാൻ പാടില്ല കേട്ടോ. എണ്ണ വെച്ചവരാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ തലയിൽ എണ്ണ കാണാൻ പാടില്ല. ആ എണ്ണ ഇല്ലാത്ത മുടിയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ തലയിലും കുട്ടിയുടെയൊക്കെ തലയിലൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ. കുട്ടിയുടെ ഇക്കയുടെയൊക്കെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത്. എന്നിട്ട് മാസത്തിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിലാണ് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ തലയിലേക്ക് ഒഴിച്ച് കൊടുത്ത് എൻ്റെ തലയിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് വരിക. അതുപോലെ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് പെയിൻ കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ പോകാൻ വളരെ നല്ലൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. ചൊറിച്ചിൽ, അലർജി, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ മുടിക്കൊക്കെ നല്ല കട്ടിയുള്ള മുടിയാണെങ്കിൽ പോലും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു മാറ്റം മുടിക്ക് നല്ല ഷൈനിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിളുത്ത് നല്ല സൂപ്പറായിട്ട് കിളുക്കുകയും ചെയ്യും. മുടി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ മുടി നരയ്ക്കാൻ കാരണം നമ്മൾ വെളിയിൽ നിന്നുള്ള കളറൊക്കെ മുടിയിൽ അടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിവതും അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.